പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയാണ് നമുക്കൊപ്പമുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ നേരത്തെ മുതൽ തന്നെ ഉള്ളതാണ്, പക്ഷേ ഇത്തരം ചില അധിക്ഷേപങ്ങളുടെ ഒരു അളവ് വർദ്ധിക്കുന്നുണ്ടോ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം? ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. അതെ, ഇത്തവണ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു അളവിലൊരു കുറവ് വന്നിട്ടില്ല. അധിക്ഷേപങ്ങളും സൈബർ ബുള്ളിയിങ്ങും ഹറാസ്മെൻറ്റും ഒക്കെ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫേക്ക് ഫോട്ടോ, ഒരു AI ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോട്ടോ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇന്നലെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സൈബർ സെല്ലിൽ നിന്നും അറിയിച്ചിട്ടുള്ളത്. ബാക്കി വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിലാണ് വ്യക്തിഹത്യ നടത്തുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ അവർക്ക് താല്പര്യമുള്ള ആളുകളുടെ വിഷയത്തിൽ മാത്രം സംസാരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇപ്പം നേരത്തെ നമുക്കറിയാം, പ്രതിഭ MLA വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള സർക്കാർ അതേ സമയത്ത് എനിക്ക് നേരെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളെ കുറിച്ചിട്ട് യാതൊരു സംസാരവും നടത്തിയതായിട്ട് കാണുന്നില്ല. ഇപ്പം ഞാൻ എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ട്. നിരവധി കേസുകൾ നേരത്തെ തന്നെ സൈബർ സെല്ലിൽ ഞാൻ നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എങ്കിലും AI ഉപയോഗിച്ചൊരു ഫോട്ടോ ഉണ്ടാക്കി അത് വ്യാപകമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ, അപമാനിപ്പിക്കുന്ന രൂപത്തിൽ, എൻ്റെ സ്ത്രീത്വത്തിനെ മോശമാക്കുന്ന രൂപത്തിലുള്ള ഒരു ഫോട്ടോ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇന്നലെ പരാതി നൽകിയിട്ടുണ്ട്. ഈ പ്രതീഷ് വിശ്വനാഥിനെ ചേർത്തല്ല, ഈ സ്വരാജിനെക്കടക്കം മറ്റു പലരെയും സമാന രീതിയിലുണ്ട്. അതിലൊക്കെ സർക്കാർ ഇടപെടുന്നു, പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതെ, ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സ്വരാജുമായി ബന്ധപ്പെട്ടിട്ട് സ്വമേധയാ കേസെടുത്തു എന്നുള്ളൊരു റിപ്പോർട്ട് ഞാൻ കണ്ടു. എന്നാൽ ഞാൻ പരാതി നൽകിയിട്ടുണ്ട്, അന്വേഷിക്കട്ടെ. കേസെടുത്തിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ അന്വേഷണങ്ങൾ ഏത് രൂപത്തിലാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ കേസുകളും നടപടികളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ തട്ടമിട്ട ശശികല എന്നൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആവർത്തിച്ച് പറയുന്നു. ഇതൊരു സാധാരണ ആളല്ല, ഒരുപാട് സൂക്ഷിക്കേണ്ട ആളാണെന്നൊക്കെ രീതിയിലുള്ള വളരെ മോശമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളും. അതൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? ഈ ശശികല എന്നൊക്കെ പറയുന്നതിനെ എങ്ങനെ കാണുന്നു? വളച്ചൊടിക്കലും അപമാനിക്കലും അതുപോലെ ഉള്ള വിഷയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുമാണ് ഇത്രയും ദിവസമായിട്ട് സൈബർ സഖാക്കളുടെ ഭാഗത്ത് നിന്നുള്ള മൂവ്മെന്റ് ആയിട്ട് ഞാൻ നിരീക്ഷിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ അന്ന് മുതൽ തുടങ്ങിയതല്ല, അതിന് മുൻപ് തന്നെ ആ രൂപത്തിലുള്ള പ്രവർത്തികൾ ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM നടത്തുന്നുണ്ട്. CPMന്റെ സൈബർ മേഖലയിലുള്ള ആളുകൾ നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇപ്പം പല കാര്യങ്ങളെയും വളച്ചൊടിച്ച് ആളുകളുടെ ഇടയിലേക്ക് വിഷയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പല പേരുകളും അവർ പറയുന്നുണ്ട്, ഇത്തരത്തിൽ മോശമായിട്ടുള്ള ചിത്രീകരണം നടത്തുന്നുണ്ട്. അത് പാടില്ല. ആ രൂപത്തിൽ ഒരു സ്ത്രീ എന്നുള്ള രൂപത്തിലുള്ള യാതൊരു തരത്തിലുള്ള പരിഗണനയും നൽകാതെയാണ് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നിയമപരമായിട്ട് പോകേണ്ടത് നിയമപരമായിട്ട് തന്നെ നേരിടും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുത്തിരിയുള്ള കാര്യമല്ല. ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല, ഈ പൊതുജീവിതത്തിലേക്ക് വന്ന അന്ന് മുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണത്. അതിനെയൊക്കെ നേരിടാനുള്ള മനക്കരുത്ത് എന്നെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ഇവരുടെ ഒരു ഇടപെടലിലൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നിയമപരമായിട്ട് പോവേണ്ടതിനെ നിയമപരമായിട്ട് തന്നെ നേരിടും. ഈ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് അതും വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ തട്ടവുമായി ബന്ധപ്പെട്ടൊക്കെ അതൊക്കെ വളരെ പഴയ വീഡിയോ ആണ്. ആ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഇപ്പം, അതാണ് അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അതിനെ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെയുള്ള ഇടപെടലുകളാണ് നടത്തുന്നത്. അതൊക്കെ നിയമപരമായിട്ട് നേരിടേണ്ടതാണെങ്കിൽ അങ്ങനെ നേരിടും. ഒപ്പം ഈ സ്ട്രോങ് റൂമിൽ പോയതുമായി ബന്ധപ്പെട്ടും ചില പരാമർശങ്ങൾ, ആ വിഷയങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് എഴുതി രേഖപ്പെടുത്തിയതാണ്. അതുമായി ഭർത്താവുമായി ബന്ധപ്പെട്ടും ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയമൊക്കെ ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ എന്താണെന്ന് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ രേഖപ്പെടുത്തിയതാണ്, എഴുതിയതാണ്. ഇപ്പൊ ഒരു ചോദ്യം എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ആ സ്ട്രോങ് റൂം നിൽക്കുന്ന ഭാഗത്തേക്ക് ഇന്നർ പെരിമീറ്റർ ഏരിയയിലേക്ക് റിട്ടേണിംഗ് ഓഫീസറും ഉദ്യോഗസ്ഥരും കയറി എന്നുള്ളത് പ്രശ്നമല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കുക. അതിനകത്ത് നടന്ന പല കാര്യങ്ങളും ഉണ്ട്. എന്തുകൊണ്ട് ലാപ്ടോപ്പ് കയറ്റി, എന്തുകൊണ്ട് മൊബൈൽ ഫോൺ കയറ്റി, അതിനകത്ത് നിന്ന് അവർ വെരിഫൈ ചെയ്തിരുന്ന ഡാറ്റ എന്താണ് ലാപ്ടോപ്പിൽ അവർ എൻട്രി ചെയ്തത്, ഇതിനൊക്കെയുള്ള മറുപടി തരാതെ അവിടേക്ക് കയറിയത് അറിയിച്ചുകൊണ്ടല്ല, അവിടേക്ക് കയറിയതിൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിലല്ല, അതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം പാർട്ടി തന്നതാണ്. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. തീർച്ചയായും ഈ വിഷയങ്ങളിലൊക്കെ അവർ മറുപടി പറയുന്നു. ഒപ്പം ശക്തമായ സൈബർ ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നേരിടേണ്ടി വരുന്നത്. അതിനെതിരെ പോലീസിന് പരാതി നൽകിയിരിക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ രണ്ട് നീതിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതെന്നുമാണ് ഫാത്തിമ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.